കുറിച്ച് സംസാരിക്കുന്നത് തന്നെയാ മോശമാ. ബാലൻ ചെല്ല. ചെല്ലുവാല. ബാലനെ കുറിച്ച് ഓർത്ത തന്നെ കഷ്ടം തോന്നും. മനസ്സിൽ ഇത്രയും നന്മയുള്ള ഒരാള്, ആരെയും വാക്കുകൊണ്ട് പോലും മുഷിപ്പിക്കാത്ത, എല്ലാവരുടെയും കാര്യങ്ങൾക്ക് ഓടി നടക്കുന്ന അവന് പെങ്ങളെ കെട്ടിച്ച് കൊടുത്തപ്പം തന്നെ തെറ്റി. ശിക്ഷ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അവനെ വീട്ടിൽ കയറ്റി താമസിക്കാൻ അനുവദിച്ചത് അതിലും വലിയ കുഴപ്പമായി. ഇപ്പൊ ചാരുവിന്റെ ജീവിതത്തിൽ കരിവാരി തേക്കാൻ ശാന്തപ്പൻ തുനിഞ്ഞിറങ്ങിയേക്കുക. ഇങ്ങനെ നന്മയുള്ളവർക്കാ ഏറെക്കുറെ അടി കെട്ടുന്നത്. ആരെയും വേദനിപ്പിക്കാൻ ബാലന് പറ്റില്ല. ഹേമയുടെ കാര്യം മാത്രം എടുത്താൽ മതിയല്ലോ. ജീവിതത്തിൽ അവന് സ്വസ്ഥത കൊടുത്തിട്ടുണ്ടോ? പരാതിയും കുത്തുവാക്കും അല്ലാതെ ബാലനോട് സ്നേഹത്തോട് സംസാരിക്കുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല. എല്ലാം ക്ഷമിച്ചും സഹിച്ചും കൂടെ നിർത്തും. സത്യത്തിൽ രവിമാഷേ, വീടുകളിൽ പെണ്ണുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു പറയുന്നത് ചുമ്മാതെയാ. കൂടുതലും പീഡിപ്പിക്കപ്പെടുന്നത് ഭർത്താക്കന്മാരാ. ബാലന്റെ കാര്യത്തിൽ മാത്രമല്ല, എത്ര കുടുംബത്തിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടായാൽ ഈ പെണ്ണുങ്ങൾ അത് വിളിച്ചു പറയും, നാട്ടുകാരെ അറിയിക്കും. ആണുങ്ങളോ എല്ലാം ഉള്ളിലടക്കും, സഹിക്കും. സത്യത്തിൽ ഈ ആണുങ്ങൾ പാവങ്ങളാ. അപ്പൊ ശാന്തപ്പനും മാവുകുട്ടനൊക്കെയോ? അതൊക്കെ കീടത്തിലെ കൃമി. ദേ, ഞാൻ പറഞ്ഞത് മനസ്സിൽ നന്മയുള്ള പാവങ്ങളെ കുറിച്ചാ, എന്റെ ബാലനെ പോലെയുള്ളവരെ കുറിച്ച്. നമുക്ക് ആ കാറ്ററിംഗുകാരെ കുറിച്ചും തിരക്കാം. ഈ ഹൽദിയുടെ പാട്ടും കൂത്തും ഒക്കെ കഴിഞ്ഞാ വിളമ്പ് തുടങ്ങണ്ടേ? വാ വാ. അരവിന്ദളയൻ മുറിയിലില്ല. തപ്പിക്കണ്ടുപിടിക്കാൻ പറ്റിയ സമയം.